സഹോദരങ്ങളെ, ചില ആളുകൾ കർത്താവിന്റെ കൃപയാൽ ഫോൺ വിളിക്കുമ്പോഴൊക്കെ പറയുന്നൊരു കാര്യം, ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് നാളായി പ്രാർത്ഥിക്കുന്നു, ഒന്നും നടക്കുന്നില്ല. ജോലി കിട്ടണം, വിദേശത്ത് പോകണം, കടം മാറണം, നല്ലൊരു വീട് വെക്കണം, അങ്ങനെ ഒരുപാട് ഇതര വിഷയങ്ങളുണ്ട്. അതെല്ലാം ന്യായമായ ആവശ്യങ്ങളുമാണ്. മറ്റു ചിലർ പറയുന്നു, ഞങ്ങൾ ദൈവത്തിന്റെ കൂടെ നടന്നിട്ടും ഒന്നും ലഭിക്കുന്നില്ല. എന്നാൽ കൂടെ നടക്കാത്ത ലോകചിന്തയുമായി നടക്കുന്നവർക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ അവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഒന്നും ലഭിക്കുന്നില്ല. ദൈവത്തിന് പക്ഷഭേദമുണ്ടോ? ഇങ്ങനെ ചോദിക്കുന്ന കുറെ ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സാന്നിധ്യത്തിൽ വസിക്കുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടായിരിക്കും അവർക്ക് ലഭിക്കാത്തതിന്റെ കാരണം? ദൈവത്തിന് ഒരു പക്ഷഭേദമുള്ളതാണ്? ഒന്നുമല്ല. അപ്പൊ എന്തുകൊണ്ടാണ് അവർക്കത് ലഭിക്കാതെ പോകുന്നതിന്റെ കാരണം എന്തുകൊണ്ടാണ്? വിശുദ്ധ യാക്കോബ് തിരുവചനം അതിന് 4-ാമത്തെ അധ്യായം 2-3 വാക്യങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്യുന്നു, എന്നാൽ നിങ്ങൾക്ക് ഒന്നും ലഭിക്കുന്നില്ല. നിങ്ങൾ വഴിക്കിടുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു, നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല, അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. എന്താണ് ഇവിടെ യാക്കോബ് പറയാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഒന്ന് കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്യുന്നു. എന്താണ് കൊല്ലുക എന്ന് പറയുന്ന? സഹോദരങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അയൽവാസികൾക്കെതിരെ നിങ്ങൾ മോശമായി സംസാരിക്കുന്നു. അവന് ലഭിച്ചല്ലോ, അത് അസൂയാണ്, അവർക്ക് കിട്ടിയതിന്റെ അസൂയാണ്, അവർക്ക് വാറ് വാങ്ങിയതിന്റെ അസൂയ, അവര് നല്ല ഭവനം പടതിന്റെ അസൂയ. ഈ അസൂയ എന്നൊരു സംഭവം അകത്ത് കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് അവന്റെ അകത്ത് വരുന്ന ഒരു ചിന്തയാണ്, എനിക്ക് ലഭിക്കാത്തതിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല, അവന് ലഭിച്ചതിൽ എനിക്ക് വലിയ സങ്കടമാണ്. ഈ ഒരു ചിന്ത അവനെ കടന്ന് ഭരിക്കും. അപ്പോ അവരുടെ കുടുംബത്തിന്റെ അകത്ത് വഴക്കുണ്ടാവും, അവരുടെ കുടുംബത്തിന്റെ അകത്ത് പ്രതികൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. കാരണം എന്താണ്? അസൂയ ഒരുവന്റെ അകത്ത് നിറഞ്ഞു കവിയുമ്പോൾ അതിനെ ചൊല്ലി സ്വന്തം കുടുംബത്തിൽ അല്ലെങ്കിൽ ഭാര്യയോട്, മക്കളോട്, അല്ലെങ്കിൽ സമൂഹത്തോട് അവർ വഴക്കിടുകയും അവരെ പറ്റി അസൂയവാദമായ വാക്കുകൾ സംസാരിക്കുകയും ചെയ്യും. ഇതാണ് ഇവിടെ പറയുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഒന്നും ലഭിക്കുന്നില്ല, നിങ്ങൾ വഴക്കിടുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു, നിങ്ങൾ ആവശ്യപ്പെടുന്നതുമില്ല. അപ്പോ അവിടെ ആവശ്യങ്ങളൊന്നുമല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. 3-ാമത്തെ വാക്യത്തിലേക്ക് ഇങ്ങനെയാണ് പോകുന്നത്, ചോദിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇതാണ് പറയുന്നത്, തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തിന്മയായിട്ടുള്ളവ ചോദിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ചോദിക്കുന്നതൊന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യണം. നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചോദിക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലഭിക്കാത്തത്. ഇപ്പൊ ഉദാഹരണത്തിന്, തൊട്ടടുത്തൊരാളൊരു ഭവനം പണിതു, അതിനേക്കാൾ വലിയ ഒരു ഭവനം എനിക്ക് പണിയണം, എൻ്റെ കയ്യിലുള്ള ബഡ്ജറ്റ് എത്രയുണ്ടെന്നുള്ള ചിന്തയില്ല. കർത്താവ് പറഞ്ഞു, നീ ഒരു ഭവനം പണിയാൻ ആഗ്രഹിക്കുമ്പോൾ നീ അതിന്റെ അടിത്തറ കെട്ടുന്നതിന് മുമ്പ് നീ ചിന്തിക്കണം, നിനക്കത് പൂർത്തീകരിക്കാൻ കഴിവുണ്ടോ എന്ന് നീ ചിന്തിക്കണം. ഇതാണ് കർത്താവ് പറയുന്നത്, ഇതാണ് അത്യുന്നതനായ ദൈവം പറയുന്നത്. അപ്പോ മറ്റൊരുവൻ എന്ത് ചെയ്തോ അതിനേക്കാൾ വലിപ്പമേറിയത് ചെയ്യണമെന്നല്ല, നിന്റെ ആവശ്യങ്ങൾ ഉതകുന്നതും നിന്റെ വരുമാനത്തിനനുസരിച്ചുള്ളതുമായ കാര്യങ്ങൾ ദൈവവുമായി കമ്മ്യൂണിക്കേഷൻ ചെയ്ത് ദൈവവുമായി ആലോചന തീരുമാനങ്ങൾ എടുത്ത് അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ചോദിച്ച് മുൻപോട്ട് പോയാൽ ദൈവം അത് തരിക തന്നെ ചെയ്യും. അതല്ലാതെ അനാവശ്യമായ കാര്യങ്ങൾക്കും ആർഭാടമായ കാര്യങ്ങൾക്കും ദുരാഗ്രഹത്തോടെയും അതിഭയങ്കരമായ ചെലവിനും വേണ്ടിയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ അതാണ് ഇവിടെ അപ്പോൾ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തിന്മയായിട്ടുള്ളവ കൊണ്ടാണ് ചോദിക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലഭിക്കാത്തത് എന്നാണ് യാക്കോബ് പറയുന്ന സ്തോത്രം. അപ്പൊ എങ്ങനെയാണ് ചോദിക്കേണ്ടത്? ഒരു ദൈവഭക്തൻ അല്ലെങ്കിൽ ഒരു കുടുംബം എങ്ങനെയാണ്, സഭ എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്നുള്ള വ്യക്തമായ ഒരു വാക്യം ഇവിടെ വിശുദ്ധ പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ അതിന്റെ 1-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ ഒരു പ്രാർത്ഥനാ വിഷയം അല്ലെങ്കിൽ ദൈവമായിട്ട് എങ്ങനെ സംസാരിക്കണമെന്ന്, ആദ്യം എങ്ങനെ തീരുമാനമെടുക്കണമെന്ന് വ്യക്തമായിട്ട് വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് തീരുമാനമെടുക്കുന്നത്? സഭയുടെ അകത്തായാലും
കുടുംബത്തിന്റെ അകത്തായാലും എങ്ങനെ തീരുമാനമെടുക്കണമെന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നു. സഹോദരരെ, നിങ്ങൾ എല്ലാവരും സ്വരച്ചേർച്ചയോടും ഐക്യത്തോടും ഏക മനസ്സോടും ഏകാഭിപ്രായത്തോടും കൂടെ വർദ്ധിക്കണമെന്ന് നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അപ്പൊ എന്താണ്? 4 കൂട്ടം കാര്യങ്ങൾ ഒരു സഭയുടെ അകത്ത്, ഒരു ഭവനത്തിന്റെ അകത്ത് ഉണ്ടായാൽ മാത്രമേ അവിടെ പ്രാർത്ഥനയ്ക്ക് മറുപടി എത്രയും പെട്ടെന്ന് ലഭിക്കത്തുള്ളൂ എന്നുള്ളതിന്റെ ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ജനത്തിന്റെ മുമ്പിൽ വെക്കുകയാണ്. സഭയുടെ മുമ്പിലും കുടുംബത്തിന്റെ മുമ്പിൽ വെക്കുകയാണ്. എന്താണ് വെക്കുന്നത്? എല്ലാവരും സ്വരച്ചേർച്ച ഉണ്ടായിരിക്കണം. അവിടെ ഭിന്നത ഉണ്ടാകാൻ പാടില്ല, അവിടെ കലഹം ഉണ്ടാകാൻ പാടില്ല, അവിടെ മറ്റുള്ളവൻ ഉയർത്തിക്കാട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവൻ പൊക്കിവെച്ചിരിക്കുന്നതിനെ കുറിച്ച് കുടുംബത്തിന്റെ അകത്ത് സഭയ്ക്കുള്ളിൽ സംസാരിച്ച് വിഷയങ്ങൾ ഉണ്ടാകുന്നതല്ല. അവിടെ സ്വരച്ചേർച്ച ഉണ്ടാകണം. രണ്ടാമത് പറയുന്നു, ഐക്യം ഉണ്ടാകണം. അവിടെ ഒരു ഐക്യത്തിലായിരിക്കണം യാത്ര ചെയ്യേണ്ടത്. മൂന്നാമത് പറയുന്നു, ഏക മനസ്സായിരിക്കണം. ഒരേ മനസ്സ്. 3 പേരുണ്ടെങ്കിൽ ഒരു പ്രാർത്ഥനാ വിഷയമായി ഇരിക്കുമ്പോൾ ഒരേ ആവശ്യങ്ങൾക്ക് തീരുമാനമെടുത്ത് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഏക മനസ്സായിരിക്കണം, ഏക അഭിപ്രായമായിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ഇതൊരു സഭയുടെ അകത്താണെങ്കിൽ പോലും, ഒരു ഭവനത്തിന്റെ ആകത്താണെങ്കിൽ പോലും വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയാണ്, ഇങ്ങനെ ഒരു മനസ്സോടു കൂടിയാണ് നിങ്ങൾ കർത്തൃസന്നിധിയിൽ ഇരിക്കുന്നതെങ്കിൽ ദൈവം എത്രയും പെട്ടെന്ന് ആ പ്രാർത്ഥന കേൾക്കുകയും അവിടെ അനുഗ്രഹത്തിന്റെ വാതിൽ തുറന്നു തരികയും ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നുള്ളതിന് വ്യക്തമായ തെളിവ് വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പല കുടുംബങ്ങളിലും വിവിധമായ ഐക്യമില്ല. ഒരാള് 5 ലക്ഷം രൂപയുടെ വാഹനം മേടിക്കണം എന്ന് പറയുമ്പോൾ അടുത്തയാൾ പറയും അത് 10 ആകണമെന്ന് പറയും. ഇനി ഒരാള് 20 ലക്ഷം രൂപയുടെ മനോഹരമായ നല്ലൊരു വീട് വാങ്ങിക്കാമെന്ന് പറയുമ്പോൾ മറ്റൊരാൾ പറയും അതുപോരാ, ഒരു വലിയ എമൗണ്ട് എടുത്ത് ഒരു ലോൺ എടുത്ത് ഒരു വീട് വാങ്ങും. അപ്പൊ അവിടെ ഭിന്നതയായി. അവിടെ പ്രാർത്ഥന ഉണ്ടായാലും അത് യാക്കോബ് ശ്ലീഹയുടെ തിരുവചനത്തില് 4-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിച്ചതുപോലെ വല്ലാതെ ആർഭാടത്തിന് വേണ്ടി യാചിക്കുമ്പോൾ അവിടെ ആ പ്രാർത്ഥന കേൾക്കത്തില്ലെന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ യാക്കോബ് ശ്ലീഹയിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഒരു മനസ്സോടെ ഇരിക്കുമ്പോൾ എന്താണ് അതിന്റെ പ്രാർത്ഥനയുടെ ഫലം എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിശുദ്ധ അപ്പോസ്തല പ്രവർത്തനം അതിന്റെ 12-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ ഹെരോദ രാജാവ് പത്രോസ് ശ്ലീഹായെ പിടിക്കുന്നു. യാക്കോബിനെ കൈനീട്ടി പിടിച്ചു അവിടെ രക്തസാക്ഷിയാക്കി. പത്രോസ് ശ്ലീഹായെ പിടിച്ച് ആമത്തിൽ പൂട്ടി ജയിലുകളിൽ അടിയിലിട്ടുമ്പോൾ യോഹന്നാന്റെ അമ്മയുടെ വീടിന്റെ അകത്ത്, അതായത് മറിയത്തിന്റെ വീടിന്റെ അകത്ത് സഭ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. സഭ ഒരുമിച്ച് കൂടി ഒരേ മനസ്സോടെ, ഒരേ ഐക്യത്തോടെ, ഒരേ സ്വരത്തോടെ, ഏക മനസ്സോടുകൂടി പ്രാർത്ഥനയ്ക്ക് എല്ലാവരും കൂടിയിരിക്കുമ്പോൾ ഇവിടെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഈ കാര്യം ഗ്രഹിച്ചപ്പോൾ ഏതാണ് പത്രോസിനെ ജയിലിനകത്ത് പിടിച്ചിട്ട ആ കാര്യങ്ങളെല്ലാം അവരറിഞ്ഞു. സഭ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സഭയുടെ മക്കൾ എല്ലാവരും, യേശുവിന്റെ ശരീരമാകുന്ന സഭയുടെ മക്കൾ ഒരേ മനസ്സോടെ, ഐക്യത്തോടെ, ഒരേ തീരുമാനങ്ങളെടുത്ത് ഇവിടെ പ്രാർത്ഥന ആരംഭിക്കാൻ ആരംഭിച്ചു. എന്താണ്? ഈ കാര്യം ഗ്രഹിച്ചപ്പോൾ അവർ മർക്കോസ് എന്നും അപരനാമമുള്ള യോഹന്നാന്റെ അമ്മയായ മറിയത്തിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ വളരെ പേർ സമ്മേളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അവർ പടിവാതിക്കൽ മുട്ടിയപ്പോൾ റോദ എന്ന വേലക്കാരി ഇറങ്ങി വന്നു. നോക്കി പത്രോസിന്റെ സ്വരം തിരിച്ചറിഞ്ഞു. അവൾ സന്തോഷഭരിതയായി വാതിൽ തുറക്കുന്ന കാര്യം മറന്നകത്തേക്ക് ഓടി ചെന്ന് പത്രോസ് വാതിക്കൽ നിൽക്കുന്നു എന്നറിയിച്ചു. ഇവിടെയാണ് ഒരു വലിയ അത്ഭുതം നടക്കുന്നത്. അതിന് 15-ാമത്തെ വാക്യം, നിനക്ക് ഭ്രാന്താണ് എന്ന് അവർ പറഞ്ഞു. അവർ വീണ്ടും തറപ്പിച്ചു പറഞ്ഞപ്പോൾ അവന്റെ കാവൽ ദൂതനായിരിക്കും എന്നായിരുന്നു അവരുടെ മറുപടി. പത്രോസ് വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരുന്നു. അവർ കതക് തുറന്നപ്പോൾ അവനെ കണ്ടു വിസ്മയിച്ചു. സ്തോത്രം. ഇവിടെ എന്താണ്? ഇവിടെ മർക്കോസ് എന്നും അപരനാമമുള്ള യോഹന്നാന്റെ അമ്മയായ മറിയത്തിന്റെ വീട്ടിൽ പോയി അവിടെ വളരെ പേർ സമ്മേളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആ നിമിഷം ദൈവത്തിന്റെ ആത്മാവ് പത്രോസ് ജയിലിന്റെ അകത്ത് കടന്നപ്പോൾ അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി, അവിടെ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി. എന്നാൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായി ഇറങ്ങുകയും അവിടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുകയും ചെയ്തു. അവിടെ പത്രോസ് വന്നിട്ട് പോലും, അവർ ഗേറ്റിങ് വന്ന് മുട്ടിയിട്ട് പോലും അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് പറഞ്ഞ
റോദ എന്ന സ്ത്രീ വന്നപ്പോൾ അവർ തിരിച്ചത് പറഞ്ഞു, അത് പത്രോസ് അല്ല, കാരണം പത്രോസിന് പോരാൻ കഴിയില്ല, അവൻ ജയിലിന്റെ അകത്തുനിന്ന് വരാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവർക്ക് പോലും വിശ്വാസത്തിന്റെ അതീതമായി ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. സ്തോത്രം, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ചോദിക്കുന്ന വിഷയങ്ങൾക്ക് അടിസ്ഥാനമില്ല എങ്കിൽ, ചോദിക്കുന്ന വിഷയങ്ങൾക്ക് യാതൊരുവിധ ഒരു ബന്ധവുമില്ലാതെയാണ് ഒരു പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നതെങ്കിൽ അത് വ്യർത്ഥമാണെന്നാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. ചോദിക്കുന്ന വിഷയങ്ങൾക്ക് ഒരു സ്വരച്ചേർച്ചയോടും ഐക്യത്തോടും ഏകമനസ്സോടും ഏകാഭിപ്രായത്തോടുമാണ് ചോദിക്കുന്നതെങ്കിൽ ദൈവം അത് കാലതാമസം കൂടാതെ തന്നെ എത്രയും പെട്ടെന്ന് തരുമെന്നുള്ളതിന്റെ ഒരു വലിയ അടയാളമാണ് അപ്പോസ്തലനായ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 12 വാക്യം തൊട്ട് താഴേക്ക് നമുക്ക് വായിക്കുമ്പോൾ ഇവിടെ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആയതിനാൽ ചോദിക്കുമ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ നമ്മൾ തീരുമാനമെടുക്കണം. 1, നമ്മുടെ സാഹചര്യങ്ങൾക്ക് ഉതകുന്ന വിധത്തിലാണോ? 2, ഏക മനസ്സോടെ ഐക്യത്തോടെ സ്വരച്ചേർച്ചോടെ ഏക അഭിപ്രായത്തോടെയാണോ? 3-ാമത്തെ കാര്യം, ഒരു ഭവനമായാലും ഒരു സഭയായാലും പ്രാർത്ഥനാ വിഷയങ്ങൾ കൂടുന്നതിന് മുമ്പ് ചർച്ച ചെയ്ത് ഒരുമിച്ചിരുന്ന് ആലോചിച്ച് പ്രാർത്ഥിക്കാൻ ആരംഭിക്കണം. അപ്പോൾ അവിടെ വിവിധ അഭിപ്രായങ്ങളില്ല, അവിടെ വിവിധ മനസ്സുകളില്ല. ഒരേ മനസ്സ്, ഒരേ അഭിപ്രായം, ഏകസ്വര ചേർച്ചയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ഏക ആത്മാവിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പ്രതിഫലം തരുമെന്നുള്ള ഉത്തരം ലഭിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ ഈ പ്രാർത്ഥന കേൾക്കുന്നില്ലെന്ന് അവർ ഈ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കാം, നിങ്ങളുടെ ഏത് അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? ഏത് അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ദൈവവുമായി സംസാരിക്കുന്നത്? ഭിന്നതയുടെ ആത്മാവാണോ? അവിടെ ഐക്യത്തിന്റെ ആത്മാവില്ലാതെയാണോ? അസൂയയുടെ ആത്മാവ് വെച്ചുകൊണ്ടാണോ? കലക്കത്തിന്റെ ആത്മാവ് വെച്ചുകൊണ്ടാണോ? സഹോദരനെ പായിക്കുന്ന ആത്മാവ് വെച്ചുകൊണ്ടാണോ? ഈ ആത്മാവ് വെച്ചുകൊണ്ടാണോ ഒരു കുടുംബത്തിന്റെ അകത്തിരുന്ന് ആവശ്യങ്ങൾക്കുമായി വർഷങ്ങളോളം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അത് ലഭിക്കത്തില്ല. കാരണം ആർഭാടകത്തിന് വേണ്ടി ദൈവം വാരിക്കോരി തരുന്നവനല്ല എന്നുള്ള ഓർമ്മ വിശുദ്ധ യാക്കോബ് ശ്ലീഹ വ്യക്തമായി ഓർമ്മപ്പെടുത്തും. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഈ ക്ലാസ് കേട്ടെല്ലാവരെയും നിങ്ങൾ തീരുമാനമെടുക്കുക, ഏത് വിധത്തിലായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. നിങ്ങൾ എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.